മറ്റൊരു ഗ്രഹത്തിലും ഭൂമിയിലല്ലാതെ സൗരയുദ്ധത്തിൽ മറ്റെങ്ങും മനുഷ്യവാസമായ ഒരു മേഖലയുമില്ല എന്നുള്ളതാണ് നിലവിലെ കണ്ടുപിടുത്തം. ഇന്നേ വരെ മനുഷ്യൻ്റെ സാന്നിധ്യമോ മറ്റ് ജീവജാലങ്ങളുടെ സാന്നിധ്യമോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പലയിടങ്ങളിലും ചെറിയ തോതിലെങ്കിലും ജലാംശമോ അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയകളോ ഒക്കെ തന്നെ ഉള്ളതായുള്ള പഠനങ്ങൾ പുറത്തു വരുന്നുണ്ട്. ചന്ദ്രനിലടക്കം അങ്ങനെയുള്ള പഠനങ്ങൾ നടത്താനാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായും ഒരു വിജയത്തിലേക്ക് എത്തിയെന്നോ അത് കണ്ടെത്താൻ കഴിഞ്ഞുവെന്നോ 100% ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു സംഘം ശാസ്ത്രജ്ഞരാകട്ടെ ശുക്രനിൽ ജീവൻ്റെ സാന്നിധ്യമുള്ളതായി വ്യക്തമാക്കുകയാണ്. ജീവൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് എന്തുകൊണ്ട് തറപ്പിച്ച് പറയുന്നുവെന്ന് ചോദിച്ചാൽ അതിന് പറഞ്ഞിരിക്കുന്ന മറുപടി ജീവനുള്ളിടത്ത് മാത്രം കാണപ്പെടുന്ന ഒരു വാതകം അതവിടെ കാണപ്പെട്ടു. ഫോസ്ഫീൻ എന്ന വാതകത്തെയും അമോണിയ വാതകത്തെയുമാണ് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ജൈവ മേഖലയിലല്ലാതെ ഇങ്ങനെ ഒരു വാതക സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് അവർ അടിവരയിട്ട് പറയുന്നത്. ബയോസിഗ്നേച്ചർ ഗ്യാസ് എന്നാണ് ഫോസ്ഫീനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ സാന്നിധ്യം കൂടി അവിടെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വരുംകാലത്ത് ശുക്രനിലേക്കുള്ള ബഹിരാകാശ ദൗത്യങ്ങൾ കൂടി ആരംഭിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അവിടെയുള്ള പര്യവേഷണം കൂടി ഇനി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ശുക്രനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിയുമായി ഏറ്റവും അധികം സാമ്യതയുള്ള ഒരു ഗ്രഹം കൂടിയാണ്. ഭൂമിയുടെ ഇരട്ടയായി തന്നെ എർത്ത് ഡബിൾ എന്ന രീതിയിലൊക്കെ ഈ ഗ്രഹത്തിനെ അറിയപ്പെടാറുണ്ട്. പക്ഷേ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നത് പോലെ ശുക്രനിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ശുക്രൻ്റെ ഉപരിതല താപനില എന്ന് പറയുന്നത് 450 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനുഷ്യന് ഒരു കാരണവശാലും അവിടെ അതിൻ്റെ പരിസരത്ത് പോലും എത്തിച്ചേരാൻ കഴിയില്ല എന്ന് സാരം. സിങ്ക് പോലുള്ള ലോഹങ്ങൾ ഉരുകാൻ ആവശ്യമായിട്ടുള്ള ഒരു ചൂടാണ് ഈ 450 ഡിഗ്രി എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ വെള്ളം വെട്ടിത്തിളയ്ക്കുന്നത് കേവലം 100 ഡിഗ്രിയിലാണ്. ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ 96% വരുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. ഏകദേശം ഒരു 3.5% നൈട്രജനും അതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നീടുള്ളത് കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡും ജലബാഷ്പവും ആർഗണും ഹീലിയവും ഒക്കെ തന്നെയാണ്. ഇതൊക്കെ ചെറിയ അളവിലാണ് കാണപ്പെടുന്നത്. ഓക്സിജൻ്റെ സാമീപ്യമേ ഇല്ല എന്നുള്ളതാണ് മനുഷ്യരാശിക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. എന്നാൽ ശുക്രനിൽ അമോണിയയുടെ സാന്നിധ്യം കൂടി കണ്ടെത്തിയതാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് വലിയ പ്രചോദനമായി മാറുന്നത്. നൈട്രജൻ പരിവർത്തനം ചെയ്യുന്ന ബാക്ടീരിയകളാണ് സാധാരണഗതിയിൽ അമോണിയ സൃഷ്ടിക്കുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാക്ടീരിയകളുടെ സാന്നിധ്യം ശുക്രനിലുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്ര സംഘം ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഇനി വരുംകാലത്ത് ഭാവിയിൽ ഉറപ്പായും ബഹിരാകാശ പര്യവേഷണം ശുക്രനിലേക്ക് നടത്താനുമുള്ള ഒരു പ്രചോദനമായി മാറുന്നത്. ഇതുവരെയും ജീവന്റെ അംശം ശുക്രനിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത പറയാൻ കഴിഞ്ഞിട്ടില്ല. കേവലം നിഗമനങ്ങൾ മാത്രമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കാലാകാലങ്ങളായി പലതരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നു. പക്ഷേ ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു പക്ഷേ വെള്ളത്തിൻ്റെ സാന്നിധ്യം ശുക്രനിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം. ആ ഭാഗത്ത് അമിതമായ ചൂടുണ്ടായപ്പോൾ ആഗോളതാപനമുണ്ടായി അതിലൂടെ ഫോസ്ഫീൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാകണം ആ രീതിയിലേക്ക് കടക്കേണ്ടത്. കാരണം ഇത്രയധികം അമിതമായ ചൂട്, ഭീകരമായ ഊഷ്മാവുള്ള സാഹചര്യത്തിൽ എങ്ങനെ ഇത് സംഭവിക്കുമെന്നുള്ളതാണ് ഒരു ചോദ്യം.